അതാണ് നമ്മൾ കനൽ മേടിക്കുന്നിടത്തെത്തിയ കനൽ ഇവിടെ കനൽ വിൽക്കുന്ന സ്ഥലമാണ്. അതായത് നമ്പരൊക്കെ ഉണ്ട് കണ്ട, കനൽ വിൽക്കുന്ന സ്ഥലമാണ്. തന്തൂരി അൽഫാമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കനലൊക്കെ വിൽക്കുന്ന സ്ഥലമാണ്. കൊല്ലത്തെ പഴയ തടിപ്പാലം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. കൊല്ലത്തെ പഴയ തടിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലമായത്. പലതരം കനലുകളുണ്ട്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും തന്തൂരിക്കൊക്കെ ഉള്ളതല്ലേ, അൽഫാം. വീട്ടിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കനലായത്. ഈ ഒരു പാട്ടയിൽ 160 രൂപയാണ് വില ഫുള്ള് ഇതിന്. അപ്പം നമുക്ക് 100 രൂപയ്ക്ക് മതിയേ, വീട്ടിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മതി. തേക്കാനും അൽഫാമിനൊക്കെ ഇതിനാണ് എടുക്കുന്നത്. നമ്മൾ ഈ ഷർട്ടൊക്കെ തേക്കാൻ വേണ്ടി എടുക്കുമല്ലോ, അതിനും പിന്നെ നമ്മുടെ അൽഫാമൊക്കെ ഉണ്ടാക്കാൻ അതിനൊക്കെ ഇത് ഈ സെയിം കനൽ തന്നെ. വേറെ ചൂട് കൂടിയ കനലും ഉണ്ടോ? ഇതെന്തിനു വേണ്ടിയിട്ടുള്ളത്? തന്തൂരി ഉണ്ടാക്കുന്ന ഹോട്ടലിൽ തന്തൂരി ഉണ്ടാക്കുന്ന ഇതല്ലേ? മറ്റേന്ന് പറയുമ്പോഴത്തേക്കും അല്ലാതെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത്. ഇതാകുമ്പോ പൊട്ടിത്തെറിക്കും, പക്ഷെ ഇതിന് ചൂട് കൂടല്ലേ. മറ്റേ ബോക്സിനകത്താകുമ്പോൾ പൊട്ടിത്തെറിച്ചാലും ഇതിങ്ങനെ വിരിവിരാന്ന് ചാടും, അപ്പൊ നമ്മുടെ ദേഹത്തൊക്കെ വീഴും. ഹോട്ടലൊക്കെ അതല്ലേ എടുക്കുന്നത്? തന്തൂരിക്ക് അതേ പറ്റത്തുള്ളൂ. അതെങ്ങനെ വില? പറഞ്ഞാൽ ആ ഒരു ടിന്ന് 180 രൂപ. ഒരു ടിന്ന് 150. അതായത് വില കൂടിയാലും നമുക്കത് വീട്ടിൽ ഉപയോഗിക്കാൻ പാടാം. വില കൂടുതലാണെങ്കിലും വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റില്ല, പൊട്ടിത്തെറിക്കും. ഇതിന്റെ ആവശ്യമുള്ളൂ. നമുക്ക് ഇതിന്റെ ആവശ്യമുള്ളൂ. നമുക്ക് ഈ ഒരു പെട്ടി 160 ആവശ്യമുള്ളൂ. മറ്റേതെന്ന് പറയുമ്പോ ഒരു പെട്ടി 180. ഇതല്ലേ അളവ് പെട്ടി? നമുക്ക് 100 രൂപയ്ക്ക് മതി. ഇത് 100 രൂപയ്ക്ക് മതി. ഓക്കെ. നമ്മുടെ കോഴിക്കട എത്തി. കോഴിക്ക് ഇന്നത്തെ വില 105 രൂപയാണ് 1 കിലോ. നമ്മളൊരു 2 കിലോയുടെ എണ്ണം മേടിക്കണേ, 2 കിലോയുടെ. നമ്മുടെ കോഴി അവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു എത്രയായി? 200-300 ഉണ്ടല്ലേ? എടുത്തോ. അപ്പോഴേ സാധാരണ വീഡിയോയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പാചകം ചെയ്യാനൊക്കെ അമ്മയൊക്കെ ഹെൽപ്പ് ചെയ്യും, അമ്മയും പെങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഈ വീഡിയോ മൊത്തം ഞാൻ തന്നെ ചെയ്യുക കേട്ടോ. അപ്പൊ ഞങ്ങള് സ്വയമേ ചെയ്യും. വീട്ടിൽ അമ്മയും പെങ്ങളെ ഒന്നും ബുദ്ധിമുട്ടിക്കുന്നില്ല ഈ പാചകം ചെയ്യാൻ വേണ്ടിയിട്ടേ. അതെ, ഇവിടെ വെളുത്തുള്ളി എല്ലാം തൊലിച്ച് വെച്ചിട്ടുണ്ടേ. ഒരു 2 വെളുത്തുള്ളി ഉണ്ട്, 2 വെളുത്തുള്ളി തൊലിച്ചുണ്ട്. പിന്നെ ഇതേ ഒരു ഇഞ്ചിയുണ്ട്. അപ്പൊ ഇത് ചതയ്ക്കാം, ഇതിനകത്തിട്ട് ചതയ്ക്കാവേ. നമ്മുടെ ഈ ചെറിയ കുഴവി ഉണ്ടല്ലോ, ഇതിനകത്തിട്ട് ചതയ്ക്കാവേ. രണ്ടും കൂടി ഇട്ട് ഒരുമിച്ച് അങ്ങ് ചതയ്ക്കാം. സമയം ഇനിയിപ്പോൾ രണ്ടും കൂടെ സെപ്പറേറ്റ് ആക്കിയൊന്നും വേണ്ട. രണ്ടും കൂടെ ഒരുമിച്ച് ഇതിനകത്തിട്ട് അങ്ങ് ചതയ്ക്കാം. തെറിച്ച് വെളിയിലൊക്കെ പോന്നു. ഇത് ഇടിച്ച് നല്ല പേസ്റ്റ് കണക്കാക്കണം കേട്ടോ. നല്ല പേസ്റ്റ് കണക്കേ, നല്ല പേസ്റ്റ് പോലെ ആവണം. അത് കുറച്ചേരമായിട്ട് ഇടിക്കണം. കുറച്ച് പാടാ കേട്ടോ, പാചകം കുറച്ച് മെനക്കെട്ട പണിയാട്ടോ. ഇത് കണ്ട ഈ ബാൻഡേഡ് വെളുത്തുള്ളി തെളിച്ചപ്പോ മുറിഞ്ഞതാ. അപ്പൊ പേസ്റ്റ് ഒക്കെ ആയിട്ടുണ്ട്. പേസ്റ്റ് ചേമ്പലയുടെ പുറത്തോട്ട് വെക്കാം. ചേമ്പല ഒരു ലുക്കിന് വേണ്ടിയിട്ട് ചേമ്പലയിലോട്ട് വെക്കാം. കാറ്റത്ത് പറന്നു പോകുന്നു. കാറ്റ്. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതൊക്കെ ആയിട്ടുണ്ടേ. അപ്പൊ നമ്മുടെതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് തന്നെ നമുക്ക് മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ ഈ സൈഡിലങ്ങ് വെക്കാവേ. മുളക് പൊടി, ഇത് എരി കുറവുള്ള കാശ്മീരി ചില്ലി പൗഡറാണേ. അപ്പം ഒരു 2 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ടേ. കുറച്ചുപ്പ്, മഞ്ഞപ്പൊടി ആ സൈഡിൽ ഇവിടെ എവിടെയെങ്കിലും പോയി. സാധാരണ ഈ മഞ്ഞപ്പൊടി ആദ്യമാണ് സാറിന് എഴുതുന്നത് അല്ലേ? ഈ പാചകക്കാരൊക്കെ എഴുതുന്നുണ്ട് മഞ്ഞപ്പൊടി ആദ്യം എഴുതും. കല്യാണത്തിനൊക്കെ പാചകക്കാർ എഴുതുന്നത് നിങ്ങൾ നോക്കിയാൽ മതി. എഴുതുന്നത് മഞ്ഞപ്പൊടി ആദ്യമാണ്. കുരുമുളക് പൊടി, മല്ലിപ്പൊടി എടുത്തിട്ടുണ്ടേ. മല്ലിപ്പൊടി ഇനി അടുത്ത കുറച്ച് ഗരം മസാലയും കൂടി ഇടണേ. ഗരം മസാലയും കൂടി ഇടുക. 2 കിലോ ചിക്കനാണ്. 2 കിലോ ചിക്കനാണ് നമ്മുടേത്. അതുകൊണ്ട് ഇത്രയൊക്കെ മതി. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ സെറ്റായിട്ടിരിപ്പുണ്ട്. ഇതിനകത്ത് കുറച്ച് നാരങ്ങയും കൂടെ പിഴിഞ്ഞ് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കണേ. വീടിൻ്റെ അപ്പുറത്തെ പണി നടക്കുന്ന കേട്ടാ. അതാ ഈ സൗണ്ട് ഇടയ്ക്ക് കേൾക്കുന്ന. അവരവരെ ജോലി ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നത്. നാരങ്ങ കുറച്ചും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ടേ നമുക്ക് കുഴച്ചെടുക്കാം. ചിക്കനിൽ തേക്കാനുള്ള മസാല ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതാ നല്ല പരുവായിട്ടുണ്ട്. നല്ല മണവുമുണ്ട്. മണത്തിൻ്റെ പറയാൻ വേണ്ടി നമ്മുടെ ഷെമീർ നമ്മുടെ അടുത്ത് പറഞ്ഞേ, മണത്തിൻ്റെ കാര്യം പറയാൻ വേണ്ടി. മണമുണ്ട് കേട്ടോ, നല്ല മണമുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ചിക്കനകത്തോട്ട് തേച്ച് കുറച്ച് നേരം വെക്കാം. ഒരു അരമണിക്കൂറോളം വെച്ചിട്ടേ നമുക്ക് നമ്മുടെ അടുപ്പ് റെഡിയാക്കാവേ. ഇതൊന്നും ഗ്രില്ല് ചെയ്യാൻ വേണ്ട കേട്ടോ, കരൾ. ഇത് നമുക്ക് അല്ലാതെ കറി വയ്ക്കാനേ ഉള്ളാവും. ഓക്കെ, ഇപ്പോഴേ നമ്മുടെ ചിക്കൻ ഇങ്ങനെ വരഞ്ഞു കൊടുക്കണം. കാര്യം മസാല പിടിക്കാൻ വേണ്ടിയിട്ടേ. ഇതിനകത്ത് മസാല തേച്ചിട്ട് മസാല നല്ല ഊറി പിടിക്കാൻ വേണ്ടിയിട്ട് വരഞ്ഞു കൊടുക്കണേ. ഇങ്ങനെ വരഞ്ഞു കൊടുക്കണം. കണ്ടില്ലേ? ഇതാകുമ്പോഴത്തേക്കും മസാല തേക്കുമ്പോഴത്തേക്കും നല്ല മസാല പിടിക്കും.
ഓക്കെ, നമുക്ക് മസാല തേക്കാവേ. ഈ തേച്ച് വെച്ചിരിക്കുന്ന മസാലയും നമുക്ക് ഇതിനകത്തോട്ട് തേക്കാവേ. തേച്ച് പുരട്ടിയെടുക്കാം. ഇതിൻ്റെ ഇടയിലോട്ടൊക്കെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. തേച്ചിങ്ങനെ പിടിപ്പിക്കാം. ഓക്കെ, നമ്മളെ മൊത്തം മസാല ഇതിനകത്തിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടേ. എന്ന് പറയുമ്പോഴേ ഈ വെള്ളം കണക്കാക്കിയിട്ടില്ല മസാല വെള്ളം കണക്കാക്കാതെ നല്ല കുഴമ്പ് പരുവത്തിൽ നമ്മൾ തേച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ഇറച്ചിയിലൊക്കെ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ചിക്കനകത്ത് ഓൾറെഡി വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് വെള്ളമാക്കേണ്ട കാര്യമില്ല. അപ്പം എന്താ നല്ല പിടിച്ചിരിക്കുന്നുണ്ടല്ലേ, ഇതാ കണ്ടില്ലേ, മസാലയൊക്കെ നല്ല പിടിച്ചിരിപ്പുണ്ട്. നമുക്കിത് കുറച്ച് നേരം വെച്ചേക്കണം, ഒരു അരമണിക്കൂറോളം വെച്ചേക്കണം. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ അടുപ്പ് റെഡിയാക്കാവേ. ഗ്രില്ല് ചെയ്യാനുള്ള അടുപ്പ് നമുക്ക് റെഡിയാക്കാവേ. ഒരു അരമണിക്കൂർ നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാവേ. അപ്പം നമ്മുടെ ഇവിടെ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ ലൊക്കേഷൻ. നമ്മുടെ സാധനങ്ങളെല്ലാം എന്താ ഇരിപ്പുണ്ട്, കനലും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ വെച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ചുടുകട്ടയും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നൊക്കെ എടുക്കണം. എന്താ ഇവിടെ ചേമ്പിൻ്റെയൊക്കെ മൂട്ടിലൊക്കെ ചുടുകട്ട ഇരിപ്പുണ്ട്, അതൊക്കെ നമ്മൾ എടുക്കുന്നത്. ചേമ്പിൻ്റെയും ചേനയുടെയൊക്കെ മൂട്ടിലൊക്കെ ഇരിക്കുന്ന ചുടുകട്ടയുണ്ട്, അതൊക്കെ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന, അടുപ്പിന് വേണ്ടി എടുക്കുന്ന ഈ സംഭവങ്ങളൊക്കെയാണ്, ഈ ചുടുകട്ടയൊക്കെയാണ്. ഈ നെറ്റിൻ്റെ വലിപ്പത്തിലെടുക്കണം. 1 2 3 4 5 6 7 8 മതിയായിരിക്കും അല്ലേ? 8 മതി. ചേമ്പാ ഞങ്ങളുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന ചേമ്പാണ്ട. ചേമ്പുണ്ട്, ചേനയുണ്ട്. അപ്പം അതിൻ്റെ മൂട്ടിൽ നിന്ന് എടുക്കാം. ഞങ്ങളുടെ ഇവിടെയൊക്കെ കൊല്ലത്തൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂടെന്നാട്ടാ. ഈ സാധാരണ ചുവടെന്നല്ലേ പറയുന്നത്, ചുവട്, തെങ്ങിൻ ചുവട്, ചേമ്പിൻ ചുവട്. പക്ഷെ ഞങ്ങളിവിടെയൊക്കെ മൂടെന്നാണ് പറയുന്നത്. മൂട്, തെങ്ങിൻ്റെ മൂട്, മാവിൻ്റെ മൂട്. ഇതാണ്ട് ഇവിടെ തെറ്റിച്ചെടിയുടെ മൂട്ടിലും കൂടെ ഒരു കല്ലുണ്ട്, ആ കല്ലും കൂടെ എടുക്കാം. ഓക്കെ, ഇതും കൂടെ വയ്ക്കുമ്പോഴത്തേക്കും കറക്റ്റ് ആവും. ഇതിനൊന്നും കൂടെ ഒന്ന് നിവർത്തി വെച്ചാൽ മതി. ഒന്ന് ബെൻഡായിട്ടിരിക്കുക, അതാണ്ട് കണ്ടില്ലേ, വളഞ്ഞിരിക്കുക. ഇതിനൊന്ന് നൂത്തെടുക്കണം. നമ്മുടെ ഷമീർ കൂടെ ഉണ്ട് കേട്ടോ, ഷമീർ സഹായി. ചിക്കൻ എന്ന് പറഞ്ഞപ്പോൾ ചാടി വീണതാ. അപ്പം നമ്മുടെ അടുപ്പെല്ലാം ഓക്കെ ആയിട്ടുണ്ടേ. നമ്മുടെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അടുപ്പെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കനലെടുത്തിട്ടാൽ മാത്രം മതി. കനലിട്ട് തീ വെച്ചിട്ട് ചിക്കൻ കൂടെ വെച്ചാൽ മാത്രം മതി. നമ്മുടെ വേറൊരു ഹെൽപ്പറും കൂടെ ഉണ്ട് കേട്ടോ, നമ്മുടെ പെങ്ങടെ കൊച്ച. ഇതിൻ്റെ ഇളയ ഒരെണ്ണം കൂടെ ഉണ്ട്. അപ്പം വന്നു കഴിഞ്ഞാൽ ഡേഞ്ചർ. ഇതെല്ലാം കൂടെ വാരിയെടുത്താൽ അയ്യത്ത് കളയും. പേര് പറഞ്ഞു കൊടുത്തേ. പേരെന്തുവാ അയാളുടെ പേരെന്തുവാ? വൈഗ. നമ്മുടെ കനലാണ്, നമ്മൾ 100 രൂപയ്ക്ക് മേടിച്ച കനലാണ്. 100 രൂപയ്ക്ക്. വീണ്ടും ഒരു സവാള അതാ കിടക്കുന്നത്. സവാള ഇതും കൂടെ ഒരുമിച്ച് മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അതാ 100 രൂപയ്ക്ക് മേടിച്ച കനലാണേ, 100 രൂപയ്ക്ക്. കർപ്പൂരം ഇടാം. കർപ്പൂരം ആകുമ്പോഴേ മണ്ണെണ്ണ ആകുമ്പോഴത്തേക്കും മണ്ണെണ്ണയുടെ ഒരു സ്മെല്ല് ചിലപ്പോൾ എടുക്കും. കുറച്ച് ഇതാകുമ്പോഴത്തേക്കും കർപ്പൂരം ആകുമ്പോഴത്തേക്കും ആ ഒരു സ്മെല്ലില്ല. കർപ്പൂരത്തിലോട്ട് കത്തിക്കുക. കർപ്പൂരത്തിലൊന്നും റെഡി ആയില്ല കേട്ടാ. പിന്നെ അതാ കുറച്ച് മണ്ണെണ്ണയൊക്കെ എടുത്തൊഴിച്ച്, മണ്ണെണ്ണയും പിന്നെ കുറച്ച് ചിരട്ടയൊക്കെ ഇട്ട് അങ്ങനെ കത്തിക്കുക. അവസാനം വിമൽ സാബു രംഗത്തിറങ്ങിയിട്ട സംഭവം ഇവിടെ കത്തിയത്. നമ്മുടെ കനൽ ഓക്കെ ആയിട്ടുണ്ടേ. ഭയങ്കര വിശപ്പ്, വെപ്രാളം. ഓക്കെ, അപ്പോഴേ നമ്മുടെ അരമണിക്കൂറോളം ഇവിടെ മസാല പിടിക്കാൻ വേണ്ടി വെച്ചിരുന്ന ചിക്കനൊക്കെ ഇവിടെ മസാല പിടിച്ചിരിക്കുവാണേ. അപ്പം നമുക്കിതെടുത്ത് ഈ ഗ്രില്ലോട്ട് വെച്ചിട്ടേ നമുക്ക് ചുട്ടെടുക്കാവേ. വാ, നമ്മുടെ ചിക്കൻ കാലൊക്കെ എടുത്ത് വെക്കാം. എല്ലാം ഒരുമിച്ച് ഇരിക്കുന്നു തോന്നുന്നല്ലേ? എല്ലാം ഒരുമിച്ച് അങ്ങ് വെച്ചാലേ, മൊത്തം വെക്കട്ടെ, കംപ്ലീറ്റ് വെക്കട്ടെ. എല്ലാം ഒരുമിച്ച് ഇരിക്കുന്നു. സ്ഥലം ഉണ്ടല്ലോ. ഓക്കെ, ഇപ്പോൾ എല്ലാം നമ്മുടെ കംപ്ലീറ്റ് തേച്ച് വെച്ചിരുന്ന എല്ലാം അതിനകത്തോട്ടായിട്ടുണ്ടേ. നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം, എന്നിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാവേ. ഇവിടെ നമ്മുടെ ചിക്കൻ മറിച്ചിടാൻ വേണ്ടിയിട്ടേ നമ്മുടെ ഷമീർ ഒരു ടെക്നിക്ക് കണ്ടുപിടിച്ചേണ്ട. 2 സ്പൂൺ വെച്ചിട്ട് അതിനകത്ത് റബ്ബർ കെട്ടിയിട്ട് ഇതാ ഇങ്ങനെ വെച്ച് എടുക്കുന്ന ടെക്നിക്കാണ്. ഉച്ചയ്ക്ക് തുടങ്ങിയ പരിപാടിയാട്ടോ. ഉച്ചയ്ക്ക് തുടങ്ങിയ പരിപാടിയാണ്. ഇതപ്പോൾ ഇതാ ചായ കുടിക്കാൻ സമയം. ചായ എത്തി. ചായ റെഡി ആയിട്ടിരിക്കുക. ചായ എനിക്കൊന്നിപ്പോൾ ഒരു 6 മണി 6:15 ആകുമ്പോഴത്തേക്ക് ഇത് ഓക്കെ ആവും തോന്നുന്നു കേട്ടോ. ഒരു 1:30 2 മണിയായപ്പോൾ തുടങ്ങിയതാ. ഒരു സൈഡ് ഏകദേശം വേവാറായെന്ന് തോന്നുന്നു കേട്ടോ. ഒരു സൈഡ് ഏകദേശം വേവാറായെന്ന് തോന്നുന്നു. വേവാൻ തുടങ്ങി. അത് അകത്തുനിന്ന് കൊഴുപ്പൊക്കെ വെളിയിലോട്ട് ഇറങ്ങുന്നുണ്ട്. ആ ഒരു ചിക്കനകത്തുള്ള വെള്ളവും ആ ഒരു മസാല എല്ലാം കൂടെ ചേർന്ന് വെളിയിലോട്ട് ഇറങ്ങുന്നുണ്ട്. ഒരു ക്രീം കളർ നെയ്യ് കണക്ക് ഇറങ്ങുന്നുണ്ട്. അതാ ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്, ഈ ഒരു ഭാഗത്തുനിന്ന്. വീശി കൊടുക്കുമ്പോഴത്തേക്ക് ആ അടിയിലത്തെ ആവി നല്ല മുകളിലോട്ട് വന്ന് നല്ല ചൂടാവും. ഞാൻ പറഞ്ഞില്ലേ, പെങ്ങടെ 2ാമത്തെ കൊച്ച് ഉറക്കമാണെന്ന് പറഞ്ഞില്ലേ. അവൻ വന്നു കഴിഞ്ഞാൽ സീനാന്ന് പറഞ്ഞില്ലേ. ഇപ്പം കരയുക വേണ്ട, ഉറക്കം എഴുന്നേറ്റവൻ. അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം വാരിയെടുത്ത് പോലെ ഒറ്റ എറിയ. ഇതാ കണ്ടില്ലേ,
ഇവിടെ നിന്നൊക്കെ ഇറങ്ങുന്നുണ്ട്. ആ ഒരു വെള്ള കളറിൽ ഒരു ക്രീം കളർ ഇറങ്ങുന്നുണ്ട്, ഒരു നെയ്യ് കണക്ക് ഇറങ്ങുന്നുണ്ട്. എന്തായാലും നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാവേ. ഇതൊന്ന് തിരിച്ചിട്ട് നോക്കാം. നമ്മുടെ ഷെമീറിന്റെ ടൂൾസ് ഇട്ടൊന്ന് തിരിച്ചിട്ട് നോക്കാം. ആ ഏകദേശം വെന്തിട്ടുണ്ട്. കുറച്ചു നേരം കൂടെ കഴിഞ്ഞാൽ വെന്ത് കഴിഞ്ഞാൽ അടിപൊളിയാവും. നമുക്ക് തിരിച്ചിടാവേ. തിരിച്ചിടാം. നല്ല ചൂടായി. ഓക്കെ, നമുക്കേ നമ്മുടെ ചിക്കൻ എല്ലാം പ്ലേറ്റിലോട്ട് മാറ്റാം. ആ വെന്തതാ. ഇനി വെന്താ കരിഞ്ഞു പോവും. നമ്മുടെ വിമൽ രംഗത്തെത്തിയിട്ടുണ്ട്. കാലിപ്പട വിമൽ സാബൂടാ. ആഹാ, അടിപൊളി. അടിപൊളി. അങ്ങനെ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അത് ലാസ്റ്റ് അതും കൂടെ എടുത്തു കഴിഞ്ഞാൽ യെസ്, സക്സസ്. ഇതിനകത്ത് ഇനി കുറച്ച് സവാളയും കൂടെ അരിഞ്ഞിട്ടേ ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം നമുക്ക്. അപ്പൊ ഇതിനകത്ത് തന്നെ നമുക്ക് ചപ്പാത്തിയും കൂടെ ചുട്ടെടുക്കാവേ. ചപ്പാത്തി ഉണ്ടല്ലോ, ചപ്പാത്തി അത് കനലിൽ തന്നെ ചുട്ടെടുത്ത് നോക്കാവേ. നമ്മുടെ ചപ്പാത്തി ഇവിടെ മേടിച്ച് പാക്കറ്റ് ചപ്പാത്തി. അടിപൊളി ചപ്പാത്തിയാ, കിടിലായിട്ട് വെന്ത് കേട്ടാ. ചപ്പാത്തി സത്യം പറഞ്ഞ ഇങ്ങനെ കനലിലാ ചെയ്യേണ്ടത്. അതാണ്ട പ്ലേറ്റ് എത്തി. ഇതുകൊണ്ടോ പ്ലേറ്റ് വരുന്നത്. ഓക്കെ, നമ്മുടെ കനലിനകത്ത് ചുട്ടെടുത്ത ചപ്പാത്തിയാണ് ഇത്. ഇങ്ങനത്തെ ഒരു ടേബിൾ മേടിച്ചിട്ടിരിക്കുന്നത് നല്ലതാട്ടാ. കാര്യം വല്ല ഗസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സെറ്റാക്കാൻ പറ്റുന്ന ടേബിളാ ഇത്. ഞാൻ 600 രൂപയ്ക്ക് കണ്ട മേടിച്ചത്. ഇവിടെ ഒരു എക്സിബിഷൻ നടന്നപ്പോഴേ 600 രൂപ കണ്ട അയാൾ ഇത് മേടിച്ചത്. നമ്മുടെ ചുട്ട ചിക്കൻ എത്തിയാട്ടാ. ചുട്ട ചിക്കൻ ഡെക്കറേഷനൊക്കെ ചെയ്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ ഡെക്കറേഷനൊക്കെ ചെയ്ത് അടിപൊളിയാക്കി വെച്ചിരിക്കുക കേട്ടാ. ചിക്കൻ്റെ കാലൊക്കെ ഇരിക്കുന്നുണ്ട്, അടിപൊളിയായിട്ടിരിക്കുക. അപ്പം നമുക്ക് എല്ലാവരും കൂടെ കഴിക്കാവേ. ചുട്ട ചപ്പാത്തിയൊക്കെ ഉണ്ട്. ഇവനായിരുന്നു ഞാൻ പറഞ്ഞ ആൾ. ഇവൻ ഉറക്കമായിരുന്നേ. നമ്മൾ ചെയ്ത സമയത്ത് ഇവൻ ഉറക്കമായിരുന്നുകൊണ്ട് ഭാഗ്യം. കാലാവസ്ഥയൊക്കെ മങ്ങി വരുന്നു. പെട്ടെന്ന് നമുക്ക് ഇരിക്കാം. മഴ വീഴുന്നതിന് മുമ്പേ പെട്ടെന്ന് കഴിക്കണം. നല്ല വിശപ്പുണ്ട് കേട്ടാ. ഇപ്പം സമയം എന്താ 5:36. ഉച്ചയ്ക്ക് തുടങ്ങിയ പരിപാടിയാണ്. ചോറൊന്നും കഴിച്ചില്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ചോറൊന്നും കഴിച്ചില്ല. അപ്പം എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വാവച്ചി ബാ കഴിക്കാം. ബാ ടേസ്റ്റ്. ചിക്കൻ കാല്. മഴ പെയ്യുന്നു. എന്നാ ഷെമീറ കഴി. എന്നാ വിമലെ എടുത്ത് കഴി. എന്നാ കാല് തന്നെ എടുത്തു വന്നാ എങ്കിൽ. വാവച്ചിക്കതാ മഴ പെയ്ത് തുടങ്ങിയാ. എന്നാ അതാണ്ടതാ നല്ല പീസ്. എന്നാ കഴിച്ചോ. പാറ. എങ്ങനുണ്ട്? കൊള്ളാല്ലേ? കൊള്ളാല്ലേ? നിനക്ക് വേണ്ടടാ. ഇവിടെ വാടാ. പൊട്ടീര്. ടൊമാറ്റോ സോസ് ഇതും കൂടെ ചേർത്ത് കഴിക്കാൻ അടിപൊളിയായിരിക്കും. വാറ തുറക്കടാവാ. അവനെ ആ സോസ് മാത്രമായിട്ട് കഴിക്കുന്നേട്ടാ. കഴി. ഇപ്പൊ നമ്മുടെ ചിക്കന്റെ കാലൊക്കെ ഉണ്ട്. അകത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിരിക്കുന്നുണ്ടാ. പൂച്ചക്ക് എന്ത് വേണോന്നോ അതിനകത്ത് കിട്ടിയിട്ടുണ്ട് പറഞ്ഞു. കൊള്ളാം കേട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഭയങ്കര ശ്രമകരമായിട്ടുള്ള ജോലി കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുക്കിംഗ് ചാനലൊക്കെ തുടങ്ങാന്നുള്ള പ്ലാൻ ഇരുന്നേ, പക്ഷെ നടക്കത്തില്ല. കാര്യം ഭയങ്കര മെനക്കെട്ട പരിപാടിയാ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ് ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കുന്നത്. പക്ഷെ അത് തന്നെ വേണോ? ഇഷ്ടപ്പെട്ടാ? പിള്ള മനസ്സിൽ കള്ളമില്ല. പിള്ളേര് പറയുന്നുണ്ട് കൊള്ളാന്ന് കണ്ട. നമ്മള് വെറുതെ പറയുമല്ല, അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്തോട്ട് ഒഴിച്ചോ. ചപ്പാത്തിയിലോട്ട് സോസ് ഒഴിച്ച് പിന്നെ ഒരു
തക്കാളി സോസിനകത്ത് തക്കാളി മുക്കി, പിന്നെ സവാള വെച്ച്, പിന്നെ ചിക്കൻ്റെ പീസ് വെച്ച്, ചിക്കൻ്റെ പീസും കൂടെ എടുത്ത് വെച്ചിട്ടേ ഇങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കി ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഒരൊറ്റ അടി. മഴ പിടിക്കുന്നുണ്ട്. ഒരു മഴയുടെ ഒരു തണുത്ത അന്തരീക്ഷത്തിൽ ചുട്ട ചിക്കനും പിന്നെ ഇങ്ങനത്തെ ഐറ്റമൊക്കെ ഇട്ടിരുന്ന് കഴിക്കാൻ അടിപൊളിയായിട്ടുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങളും വീട്ടിലൊക്കെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ. സംഭവം സിമ്പിളാന്ന് പറയുന്നില്ല, ഭയങ്കര മെനക്കെട്ട പരിപാടി. പക്ഷെ ചെയ്തു വന്നപ്പോൾ കൊള്ളാം. മഴ വരുന്ന ഓരോരുത്തർ അവിടെ നിന്ന് വിളിച്ചു പറയുന്നു കണ്ട. എങ്ങനെയുണ്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ടല്ലേ? അച്ഛനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടാ. ഷമീർ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഷമീർ മറ്റേ എന്തുണ്ടെങ്കിലും കൊള്ളാന്ന് പറയത്തില്ല. വിമൽ സാബ് എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? മഴ എല്ലാം ചെയ്തതിന് ശേഷം മഴ പെയ്തു, അതുകൊണ്ട് ഭാഗ്യം കേട്ടാ, ഇല്ലെങ്കിൽ പെട്ടുപോയനെ.